നമുക്ക് അലീനയുടെയും മനുഷ്യങ്ങളുടെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? അങ്ങനെ നാളത്തെ കഥയിൽ അലീന സ്നേഹക്കൂടാരത്തിലേക്ക് കുറെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോവാണ്. അങ്ങനെ പോകുന്ന സമയത്ത് ഓട്ടോക്കാരൻ ഷാജി അലീനയോട് പേരും എവിടുന്നാ വരുന്നത് അങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ അലീന പേരൊക്കെ പറഞ്ഞു. അലീന ഞാൻ നെടുമ്പുരിക്കൽ ബാലേന്ദ്രന്റെ വീട്ടിൽ നിന്ന് വരുവാന്ന് പറയണോ? ഓ അങ്ങനെയാണല്ലേ. അങ്ങനെ അവിടെ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ ഇറക്കണം. അപ്പൊ അലീനയെ സഹായിച്ചു ഷാജി സാധനങ്ങളൊക്കെ ഇറക്കാനായിട്ട്. അങ്ങനെ സാധനങ്ങളൊക്കെ ഇറക്കി വെച്ചു കഴിഞ്ഞപ്പോൾ അലീന ചോദിച്ചു, 250 രൂപ തന്നെ വേണോ? അത് കുറച്ച് കൂടുതലല്ലേന്ന് ചോദിച്ചു. എൻ്റെ കൊച്ചേ, നീ ഇങ്ങനെ പിശുക്കാതെ, നിങ്ങൾ കുറെ പൈസ ഉള്ളവരല്ലേ, ഇഷ്ടം പോലെ പൈസ ഉള്ളതല്ലേ. ബാലേന്ദ്രൻ സാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും അറിയുന്ന ആളാ. ടെക്സ്റ്റൈൽ ഷോപ്പും അത് കൂടാതെ ജൂവലറിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നിട്ടാണോ കൊച്ചിങ്ങനെ പിശുക്കണേന്ന് ചോദിച്ചു. അത് കേട്ടപ്പോൾ അലീന പറഞ്ഞു, അത് ചേട്ടാ ഞാനവിടെ ജോലിക്ക് വന്നാ, കുറച്ച് നാൾ മുമ്പ് ഞാനവിടെ ആ വീട്ടിൽ ജോലിക്ക് വന്നതാന്ന് പറഞ്ഞു. അലീനയ്ക്ക് അങ്ങനെ പറയാല്ലേ പറ്റുള്ളൂ. അല്ല അപ്പം ഈ സാധനങ്ങളൊക്കെയോ? അതെ, എനിക്ക് ശമ്പളം കിട്ടുന്നതെന്ന് ഞാനൊരു തുക മാറ്റി വെച്ച് ആ തുകയും കൊണ്ടാണ് ഞാനിതൊക്കെ കൊണ്ടുവന്ന് വാങ്ങിച്ചു കൊടുക്കണേന്ന് പറഞ്ഞു. ഓട്ടോക്കാരൻ ഷാജിക്ക് അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ഭയങ്കര അത്ഭുതമായിരുന്നു. അങ്ങനെയോ? കാരണം സാധാരണഗതിയിൽ അങ്ങനെ ആരും ചെയ്യത്തില്ല. വീട്ടു ജോലിക്ക് എന്നിട്ട് ആ പൈസ ഉപയോഗിച്ച് അനാഥാലയങ്ങൾക്ക് കൊണ്ടുപോയി സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കുക. അയാൾക്ക് ശരിക്കും അത്ഭുതം തോന്നി. അപ്പോഴേക്കും അയാൾ എന്ത് ചെയ്തു, അതിനകത്തുനിന്ന് കുറച്ച് പൈസ അങ്ങ് തിരിച്ചു കൊടുക്കുകയാണ്. ഇത് വെച്ചോളാൻ പറഞ്ഞു. ഇതെന്താ? ഇത് വെച്ചോ, ശരിയാകത്തില്ല എന്ന് പറയണം. എനിക്ക് നിന്നെ കണ്ടുകഴിഞ്ഞപ്പോൾ അത്ഭുതം തോന്നണമെന്ന് പറയണം. ഇന്നത്തെ കാലത്തും ഇങ്ങനത്തെ പെൺകുട്ടികളുണ്ടോ? സാധാരണ ഈ കാലത്തെ പെൺകുട്ടികളെന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ഒന്നും അല്ല. അത് കേട്ടപ്പോൾ അലീന ചോദിച്ചു, അതെന്താ ഏട്ടാ അങ്ങനെ പറഞ്ഞേ? ഒന്നുമില്ല, നമ്മൾ സ്ഥിരം വണ്ടിയൊക്കെ കയറുന്ന ഇഷ്ടം പോലെ പെൺകുട്ടികളെ കാണാറുള്ളതല്ലേ, പക്ഷെ ഇതുപോലത്തെ മനസ്സുള്ള ആരും ഞാൻ എതിരായിട്ടും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. പിന്നീട് പറഞ്ഞു, അതെ ഇനിയിപ്പോൾ ഇങ്ങനെ എന്തേലും ഓട്ടം വിളിക്കാനുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി കേട്ടോ. മാർക്കറ്റ് വന്നിട്ട് എന്നെ വിളിച്ചാൽ മതി, ഞാൻ വന്നേക്കാം. വേറെ ആർക്കും ഓട്ടം കൊടുക്കേണ്ട കാര്യമൊന്നും ഇല്ലാന്ന് പറഞ്ഞു. കാരണം പുള്ളിക്ക് മനസ്സിലായി, തനിക്ക് കിട്ടുന്ന ശമ്പളം കൊണ്ട് മറ്റുള്ളവർക്കും കൂടെ കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പെൺകുട്ടിയാണ്. അപ്പം ഇവരുടെ കയ്യിൽ നിന്ന് അങ്ങനെ പൈസ പിടിച്ചു മേടിച്ചിട്ടുണ്ടെങ്കിൽ ദൈവം തമ്പുരാൻ പോലും പൊറുക്കില്ലെന്ന് മനസ്സിലായി. അങ്ങനെ ഓട്ടക്കാരെ ഷാജി അങ്ങോട്ട് പോയി. അലീന അങ്ങനെ സാധനങ്ങളൊക്കെ ആയിട്ട് ചെന്നു. അപ്പോഴേക്ക് സിസ്റ്റേഴ്സൊക്കെ ഇറങ്ങി വന്നു. അങ്ങനെ സാധനങ്ങളൊക്കെ കൊടുത്ത് കുറച്ച് സമയം സംസാരിച്ചതിന് ശേഷമാണ് അലീന തിരികെ വീട്ടിലേക്ക് വരുന്നത്. വന്നു കഴിഞ്ഞപ്പോൾ ബാലേന്ദ്രനും കൃഷ്ണമോളും ഉണ്ടായിരുന്നു വീട്ടിൽ. ബാലേന്ദ്രൻ ചോദിച്ചു, അല്ല ഇത്ര സമയമായിട്ട് നീ വരാത്ത എന്താന്ന് ചോദിച്ചു. ഞങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുമായിരുന്നു പറഞ്ഞു. അപ്പോഴേക്കും അലീന പറഞ്ഞു, അതെ കുറേ സാധനങ്ങളൊക്കെ കൊടുത്തിട്ട് തിരിച്ചു വരണ്ടേ? സാധനങ്ങൾ കൊടുത്തിട്ടോ? അപ്പം നീ വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങാൻ പോയതല്ലേ? സാധനങ്ങൾ വാങ്ങാൻ പോയതാണ്, പക്ഷേ എങ്കിൽ ആ സമയത്ത് ഞാൻ സ്നേഹക്കൂടാരം വരെ പോയായിരുന്നു. എവിടെ? ആ വൃദ്ധസ്ഥാനത്തിലോ? അതെന്നെ, അവിടെ കൊണ്ടേ കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചു കൊടുത്തിട്ടാണ് വരുന്നത്. അത് കേട്ടപ്പോൾ ബാലേന്ദ്രൻ അലീനയെ ഒന്ന് നോക്കി. കൃഷ്ണമോള് പറഞ്ഞു, അല്ലെങ്കിലും പണ്ട് ചേച്ചി പൊളിയല്ലേന്ന് ചോദിച്ചു. ആ സമയം ബാലേന്ദ്രൻ പറഞ്ഞു, നിന്നെ ആ സമ്മതിച്ചു തന്നിരിക്കുന്നു, അതിന് മാത്രം പൈസ നിൻ്റെ ഉണ്ടായിരുന്നോ? കുറച്ച് പൈസ എൻ്റെ ഉണ്ടായിരുന്നു പറഞ്ഞു. ബാലേന്ദ്രൻ അറിയാം, അല്ലെങ്കിലും അലീനയ്ക്ക് അങ്ങനെയുള്ളവരോടൊക്കെ കരുണയും ദയാനുഭൂതിയൊക്കെയാണ്. കാരണം അലീന അങ്ങനെ ഒരു ഓർഫനേജ് വളർന്നു വന്നല്ലേ, അവൾക്കറിയാം ഓർഫനേജിലെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ. ആരിലും എന്തെങ്കിലും സാധനം കൊണ്ടു കൊടുക്കുമ്പോൾ എന്തൊരു സന്തോഷമാവും. അതൊക്കെ അലീനയ്ക്ക് അറിയാവുന്നതുകൊണ്ടാണ് തനിക്കുള്ളത് കൂട്ട് കുറച്ച് അവർക്കും കൊടുക്കാനായിട്ട് അലീന ആഗ്രഹിച്ചിരുന്നത്. ഈ സമയത്ത് വീട്ടിലേക്ക് ചെന്നു രാജീവിനും ശിവശങ്കരനും ഒക്കെ. അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും കമല കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ്, വൈജി എന്ത് പറഞ്ഞെന്നൊക്കെ. അപ്പോഴേക്ക് ശിവശങ്കരൻ പറഞ്ഞു, എന്ത് പറയാനായിട്ട്, അവൾ എന്താണ് ബാലേന്ദ്രനുമായിട്ട് അടുക്കുന്ന ലക്ഷണം കാണുന്നില്ല. ഇനിയിപ്പോൾ ഇങ്ങോട്ടെങ്ങാനും വരുമോ ശിവേട്ട? ഇവിടെ എങ്ങാനും വന്ന് നിൽക്കണമെന്ന് പറയാം. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എന്നെ കൊണ്ട് നോക്കാനൊന്നും പറ്റില്ല എന്ന് പറഞ്ഞു. കമലെ, നീ ഇങ്ങനെയൊന്നും പറയേണ്ട കാര്യമില്ല. അവൾ ഇങ്ങോട്ടേക്ക് വരുമെന്ന് തോന്നില്ല. വന്നെങ്കിൽ നിനക്ക് പറ്റില്ല, നീ പറ്റില്ല എന്ന് തന്നെ പറഞ്ഞേക്കണം. അവള് ഹോം നേഴ്സിനെ നിർത്തുമെന്നൊക്കെ പറഞ്ഞേ. നിർത്തുവാണെങ്കിൽ നിർത്തട്ടെ, അതെന്താന്ന് വെച്ചാൽ അവള് ചെയ്യട്ടെ. ഇനി എന്താളും ഞങ്ങൾക്ക് പോകാതിരിക്കാൻ പറ്റില്ല. രാജീവനും പോവും, ഞാനും പോവും. ഇനി അവളുടെ കാര്യം പറഞ്ഞുകൊണ്ട് ഓടി ഓടി ഇങ്ങോട്ടേക്ക് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. കമല പറഞ്ഞു, അല്ലെങ്കിലും ആര് പറഞ്ഞു പറഞ്ഞെന്ന്? ശിവേണ്ണൊക്കെയല്ലേ ഓടി ഓടി വരുന്നേ, അതിൻ്റെ ആവശ്യം വല്ലതും ഉണ്ടോ? അല്ല ആ അലീനെ അവിടുന്ന് പറഞ്ഞു വിട്ടാൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ വൈജി ആ മര്യാദയ്ക്ക് അവിടെ പോയി നിൽക്കില്ലേ, നമുക്കൊരു തലവേദന ഉണ്ടാകത്തില്ലല്ലോ. അതെ, തൽക്കാലത്തേക്ക് ബാലേന്ദ്രൻ അലീനയെ പറഞ്ഞു വിടാൻ പോകുന്നില്ല. അതോർത്ത് നീ മഞ്ഞു കൊള്ളുവാൻ വേണ്ട. ഇനി അതിൻ്റെ പേരിൽ ഇവിടെ നമ്മൾ തമ്മിലൊരു പ്രശ്നത്തിൻ്റെ ആവശ്യമില്ല. വൈജി ഇവിടെ വന്നിട്ട് നിനക്ക് നോക്കാൻ പറ്റില്ലെങ്കിൽ നീ ഉള്ള കാര്യം നേരത്തെ തന്നെ അങ്ങോട്ട് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ കമല പറഞ്ഞു, ആദ്യമേ തന്നെ പറയുക, ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് നോക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ തന്നെ നിങ്ങളുടെ അമ്മയെ തന്നെ എനിക്ക് നോക്കാൻ പറ്റുന്നില്ല. അപ്പോഴാണ് വേറൊരു വയ്യാവേലിയും കൂടെ തലയിലേക്ക് വലിച്ചു വെക്കുന്നത് എന്നും പറഞ്ഞ് പെറുപുറത്തുകൊണ്ട് കമല അങ്ങോട്ട് പോയി. ആ സമയം രാജീവ് ശിവശങ്കരനോട് പറഞ്ഞു, അല്ലെങ്കിലും വൈജി ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ
വൈജയ്ക്കറിയാം വൈജയെ നോക്കാനായിട്ട് ഇവിടെ ആരുമില്ലെന്ന്, അതുകൊണ്ട് അവൾ ഇങ്ങോട്ടേക്ക് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ല രാജീവ്, പിന്നെ അവൾ എങ്ങോട്ട് പോകും? കടപ്പാട്ടൂർക്ക് പോകുമോ? എനിക്ക് തോന്നുന്നില്ല. മിക്കവാറും ഏതേലും വീടെടുത്ത് മാറുമോ, അങ്ങനെ എന്തെങ്കിലും രക്ഷയുള്ളെന്ന് എനിക്ക് തോന്നുന്നേ. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ആയിട്ടെ, കുറച്ച് ദിവസം തനിച്ച് കിടന്ന് കഴിയുമ്പോൾ പഠിച്ചോളൂ എന്ന് പറയണം. അതുവരെ അവളുടെ അഹങ്കാരം അങ്ങ് മുന്നോട്ട് പോട്ടെ എന്നൊക്കെ ഇങ്ങനെ അവർ പറഞ്ഞു. അല്ലാതെ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അവർ പറയാവുന്നതിൻ്റെ മാക്സിമം പറഞ്ഞു കൊടുത്തായിരുന്നു വൈജയോട്. പക്ഷെ അതൊന്നും വൈജയുടെ തലയിലേക്കോട്ട് കയറുന്നുണ്ടായിരുന്നില്ലല്ലോ. അങ്ങനെ അന്നത്തെ ഒരു രാത്രി കഴിഞ്ഞു. പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പോൾ മണിശങ്കർ രാവിലെ വിളിച്ചു ബാലേന്ദ്രനെ വിളിച്ചിട്ട് മണിശങ്കർ ബാലേന്ദ്രനോട് കാര്യങ്ങൾ പറയണം. അപ്പം അലീന എറണാകുളത്തിന് പോകുന്ന കാര്യം പറഞ്ഞായിരുന്നു. പിന്നീട് മണിശങ്കർ കാര്യം പറഞ്ഞു. അതെ അങ്കിളെ, ഞാൻ പോകുന്നുണ്ട്, അപ്പം ഞാൻ വേണമെങ്കിൽ അലീനെ കൊണ്ടുപോയിക്കോളാം എന്ന് പറയണം. അത് കേട്ടപ്പോൾ ബാലേന്ദ്രന് സമ്മതമായിരുന്നു. ബാലേന്ദ്രൻ പറഞ്ഞു, എടാ മനു, ഒന്നുമില്ലേലും നിന്റെ മുറപ്പെണ്ണല്ലേ, അപ്പം നിനക്ക് ധൈര്യമായിട്ട് കൊണ്ടുപോകാലെന്നൊക്കെ പറഞ്ഞു. അത് കേട്ടപ്പോൾ മണിശങ്കർ പറഞ്ഞു, വേണ്ടങ്ങളെ, അങ്കിളെ കളിയാക്കൊന്നും വേണ്ട, മുറപ്പെണ്ണൊക്കെ തന്നെയാ. പക്ഷെ ഈ മുറപ്പെണ്ണ ആകുന്നതിന് മുമ്പ് ഞാനാ അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നേ, ആ ഒരു ഓർമ്മ വേണമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ബാലേന്ദ്രൻ പറഞ്ഞു, നീ മാത്രമല്ലോ, ഞാനും കൂടെ ഉണ്ടായിരുന്നു. അത് കേട്ടപ്പോൾ ബാലേന്ദ്രൻ പറഞ്ഞു, എന്താടാ നിനക്ക്, അലീനയെ കൂട്ടിക്കൊണ്ടു പോകാൻ വേണ്ടി മാത്രമാണോ നീ നിന്നേന്ന് ചോദിച്ചു. അങ്ങനെയൊന്നുമില്ല അങ്കിളെ എന്നൊക്കെ പറഞ്ഞു. ശരി എന്നൊക്കെ പറയണ. പിന്നീട് ബാലേന്ദ്രൻ അലീനയെ വിളിച്ചിട്ട് റെഡിയായിട്ടിരിക്കാൻ പറഞ്ഞു. മണിശങ്കർ വരൂ എന്നൊക്കെ പറയണം. ആ സമയത്ത് അലീനയുടെ മുഖത്തൊരു പ്രത്യേക തിളക്കമുണ്ടായി. കാരണം എവിടെ പോണെങ്കിലും ബാലേന്ദ്രൻ്റെ പെർമിഷൻ വേണം. ബാലേന്ദ്രൻ പറയാതെ താന് മനുവേനോടൊപ്പം വരത്തില്ല എന്ന് അലീന മണിശങ്കറോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണെങ്കിലും ബാലേന്ദ്രൻ്റെ പെർമിഷൻ കിട്ടിയില്ലോ. അങ്ങനെ അലീന ഒരുങ്ങാനായിട്ട് അങ്ങോട്ട് പോയി. കുറച്ച് സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനുമാണ് മണിശങ്കർ വരുന്നത്. അങ്ങനെ മണിശങ്കർ വന്നു കഴിഞ്ഞപ്പോൾ കൃഷ്ണമോൾ അങ്ങോട്ട് ഇറങ്ങിച്ചെന്നു. അലീന ചേച്ചിയെ കൂട്ടിക്കൊണ്ട് പോകാൻ വന്നായിരിക്കും അല്ലേന്ന് ചോദിച്ചു. അതെ, കൂട്ടിക്കൊണ്ട് പോകാൻ വന്നാ. അതിന്റെ സന്തോഷം മനുവേട്ടൻ്റെ മുഖത്ത് കാണാനുണ്ടെന്ന് പറഞ്ഞു. എന്തിന്റെ? അല്ല, അലീന ചേച്ചിയെ കൂട്ടിക്കൊണ്ട് പോകുന്നതിന്റെ. ഒന്ന് പോടി കള്ളി, അവള് ചെറിയവായിലെ വലിയ വർത്താനം പറയുന്ന കേട്ടോ എന്നൊക്കെ പറയണം. ആ സമയത്ത് ബാലേന്ദ്രൻ വന്നിട്ട് പറഞ്ഞു, അതെ, എൻ്റെ കൊച്ചിനെ സൂക്ഷിച്ചും കണ്ട് കൊണ്ടുപോയിക്കണം, അറിയാലോ. അതെ, അങ്കിള് പറഞ്ഞില്ലേലും ഞാൻ അങ്ങനെ തന്നെ ചെയ്യത്തുള്ളൂ എന്ന് പറഞ്ഞു. അങ്കിളിന് എന്നെ വിശ്വാസം ഇല്ലെന്ന് ചോദിച്ചു. വിശ്വാസം ഉണ്ടെന്ന് പറയണം. അങ്ങനെ അവർ സംസാരിച്ചിരിക്കുകയാണ്. ഇത്തിരി കഴിഞ്ഞപ്പോഴത്തേനും അലീന ഒരുങ്ങി അങ്ങോട്ട് വന്നു. അലീനെ ഒന്ന് കൃഷ്ണമോള് നോക്കിയിട്ട് പറഞ്ഞു, കൊള്ളാലോ ചേച്ചിനെ കണ്ടിട്ട് ഇപ്പം നല്ലൊരു രാജകുമാരനെ പോലെ ഉണ്ടല്ലോ എന്ന് പറയണം. രാജകുമാരനെ പോലെയോ? അതെ, എന്ത് ഭംഗിയാ കാണാനായിട്ട് എന്ന് ചോദിച്ചു. അപ്പോഴേക്കും അലീന പറഞ്ഞു, ഒന്ന് പോടി അവിടുന്ന്, അങ്ങനൊന്നും ഇല്ലാന്ന് പറഞ്ഞു. പിന്നെ ഞാൻ കള്ളത്തരമൊന്നും അല്ല പറഞ്ഞേ, ഞാൻ സത്യമായിട്ടുള്ള കാര്യം പറഞ്ഞെന്ന് പറഞ്ഞു. അതെ, അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേനും എന്നെ മറന്നു പോയേക്കില്ല, പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് തിരികെ വന്നേക്കണമെന്ന് പറഞ്ഞു. അത് പിന്നെ ഞാൻ വരാതിരിക്കുമോ? പിന്നീട് ബാലേന്ദ്രനോട് പറഞ്ഞു, അച്ഛാ, കഴിക്കാനുള്ളതൊക്കെ ഞാനിവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കൃഷ്ണമോളോട് പറഞ്ഞു, ദേ അച്ഛനും കൂടി എടുത്ത് കൊടുത്തേക്കണം എന്നൊക്കെ പറഞ്ഞു. കൃഷ്ണമോള് പറഞ്ഞു, അതൊക്കെ ഞാൻ നോക്കിക്കോളാം, ചേച്ചി പോയിക്കോളാം പറഞ്ഞു. പിന്നീട് മരുന്ന് കഴിക്കുന്ന കാര്യം ഓരോന്ന് ഇങ്ങനെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടൊക്കെയാണ് അലീന പോകുന്നത്. അതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ബാലേന്ദ്രന് ഭയങ്കര ഒരു സന്തോഷം, എന്തൊക്കെയോ ഒരു ഇത് തോന്നി മനസ്സില്ല. കാരണം വൈജയന്തി പോലും ഇന്ന് വരെ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ അവള് ഇറങ്ങി അങ്ങോട്ട് പോകത്തുള്ളൂ. പക്ഷെ അലീന അങ്ങനെയല്ല. എല്ലാ കാര്യങ്ങളും, കൃഷ്ണമോളുടെ കാര്യങ്ങളാണെങ്കിലും വീട്ടിലെ കാര്യങ്ങളും സർവ്വ പണിയും തീർത്തിട്ടാണ് അലീന പോകാനായിട്ട് ഇറങ്ങുന്നത്. കാരണം ഇവർക്ക് ഒരു കാരണവശാലും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവരുത് എന്നുള്ള രീതിയിൽ. അങ്ങനെ മണിശങ്കറിനോടൊപ്പം കാറിൽ കയറാൻ തുടങ്ങുവാണ് അലീന. ഈ സമയത്ത് അലീന പുറയിലേക്ക് കയറാൻ തുടങ്ങിയപ്പോൾ മണിശങ്കർ പറഞ്ഞു, ഇതെന്തിനാ പുറകെ കയറുന്നേ, ഫ്രണ്ട് കയറി ഇരുന്നോളാൻ പറഞ്ഞു. അത് സാരമില്ല, അതെ ഫ്രണ്ടിൽ കയറി ഇരുന്നാൽ മതി, ഇപ്പൊ പുറയിലിരിക്കേണ്ട കാര്യമൊന്നുമില്ല, നമ്മൾ രണ്ടുപേരും മാത്രമല്ലേ ഉള്ളെന്ന് ചോദിച്ചു. അപ്പോഴേക്കും കൃഷ്ണമോള് വന്നിട്ട് പറഞ്ഞു, അലീന ചേച്ചി പുറയിലിരിക്കേണ്ട കാര്യമൊന്നുമില്ല, ഫ്രണ്ടിൽ തന്നെ കയറിക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഫ്രണ്ടിൽ കയറി ഇരുന്ന് യാത്രയൊക്കെ പറഞ്ഞ് പോവാണ്. പോകുന്ന വഴിക്ക് മണിശങ്കറും വാതോരാതെ ഇങ്ങനെ സംസാരിക്കുന്നുണ്ടായിരുന്നു അലീനയോട്. അലീനയ്ക്ക് ഒരു വല്ലാത്തൊരു ചമ്മലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആദ്യമായിട്ടാണ് ഇങ്ങനെ മണിശങ്കറിനോടൊപ്പം പോകുന്നത്. ഇതിനു മുമ്പ് ഇങ്ങനെയൊന്നും പോയിട്ടൊന്നുമില്ല. പിന്നീട് കുറെ ദൂരം കൂടി ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും അലീനയോട് ചോദിച്ചു, അല്ല കുടിക്കാൻ എന്തെങ്കിലും വേണമെന്ന് ചോദിച്ചു. ഒന്നും വേണ്ടാന്ന് പറയണം. അതെനിക്കറിയാം, ഒന്നും വേണ്ടാന്നാ പറയത്തുള്ളൂ. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഓരോ കരിക്കും വെള്ളം കുടിച്ചാലോ എന്നൊക്കെ ചോദിക്കണം. അങ്ങനെ കാർ സൈഡിൽ ഒതുക്കിയിട്ടു. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡിലാണ് ആ കരിക്കൊക്കെയുള്ള കടയിരിക്കുന്നത്. പിന്നീട് അലീനയോട് പറഞ്ഞു, ബാ നമുക്ക് ക്രോസ് ചെയ്യാന്ന് പറയണം. അപ്പോൾ കുറെ വണ്ടികളൊക്കെ വരുന്നുണ്ട്. അലീന ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ മനുഷ്യൻ പറഞ്ഞു, എന്തിനാ പേടിച്ചിരിക്കുന്നത്, ഇങ്ങോട്ട് വരാനും പറഞ്ഞ ആ കയ്യിലേക്ക് അങ്ങോട്ട് പിടിച്ചു. ഒരു നിമിഷം അലീന മനുഷ്യങ്ങളുടെ കണ്ണിലേക്ക് ഇങ്ങനെ നോക്കി. മനുഷ്യൻ അതൊന്നും മൈൻഡ് ചെയ്തില്ല. അങ്ങനെ അലീനയുടെ കൈ പിടിച്ച് ക്രോസ് ചെയ്ത് ഇപ്പുറത്തേക്ക് വന്നു.
അലീനയ്ക്ക് എന്തൊന്നില്ലാത്തൊരു സേഫ്റ്റിയൊക്കെ തോന്നി. കാരണം താൻ തനിച്ചല്ല, തൻ്റെ കൂടെ ആരൊക്കെയോ ഉണ്ട്, തനിക്ക് മനുവേണ്ണനുണ്ട്, അങ്ങനെ ഒരു ചിന്തയൊക്കെ വരുന്നുണ്ട്. അങ്ങനെ വന്ന് കരിക്കിൻ ജ്യൂസൊക്കെ കുടിച്ച് അവർ പിന്നെ യാത്ര തുടരുകയാണ്. അപ്പം ആ സമയത്ത് അലീന പറഞ്ഞു, അതെ എന്നെ അവിടെ കൊണ്ടേ വിടുവൊന്നും വേണ്ട, സ്റ്റാൻഡിൽ വിട്ടാൽ മതി, ഞാൻ അവിടെ നിന്ന് ഒരു ഓട്ടോറിക്ഷ വിളിച്ച് പോയിക്കോളാം എന്നൊക്കെ പറയാണ് രേവതിക്കുട്ടി അടുത്തേക്ക്. അപ്പോഴേക്കും മണിശങ്കർ പറഞ്ഞു, അങ്ങനെയാണ് പിന്നെ എനിക്ക് കൊണ്ടുവരേണ്ട കാര്യം ഉണ്ടായിരുന്നില്ലല്ലോ, അവിടെ തന്നെ ബസ്സിന് കയറി പോന്നാൽ പോരായിരുന്നു എന്ന് ചോദിച്ചു. ഞാൻ അങ്ങോട്ടേക്ക് വരുന്നോണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചു. എന്ത് പ്രശ്നം? എങ്കിൽ പിന്നെ ഞാൻ അവിടെ കൊണ്ടുവന്ന് വിട്ടാൽ പോരുന്നുള്ളൂ, അങ്ങനെ പകുതി വഴിക്ക് ഇറക്കി വിടാനല്ലോ ഞാൻ കൂടെ കൂട്ടിയെന്ന് പറഞ്ഞു. അങ്ങനെ അലീനയും കൊണ്ട് രേവതിക്കുട്ടിയുടെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോകുന്നത്. ഇനി എന്തായാലും മണിശങ്കർ തന്നെയായിരിക്കും അലീനയെ തിരികെ കൊണ്ടുവരുന്നത്. അങ്ങനെ അലീനയ്ക്കൊരു പുതിയ അനുഭവമായിരിക്കും മണിശങ്കറോടൊപ്പമുള്ള യാത്ര. ഇത്രയും കാലം ഇങ്ങനെ ഒരു യാത്രയൊന്നും ഉണ്ടായിട്ടില്ല, ആദ്യമായിട്ടാണ്. അങ്ങനെ അവർ തമ്മിൽ കൂടുതൽ അടുക്കുന്നുണ്ട്, പരസ്പരം മനസ്സിലാക്കുന്നുണ്ട്. അതിന് ഈ യാത്ര ഒത്തിരിയധികം ഉപകരിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.